നമസ്കാരം, ഫോട്ടോ ന്യൂസിലേക്ക് സ്വാഗതം. മോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ പല വാഗ്ദാനങ്ങളും വീരവാദങ്ങളും മുഴക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിൽ ഭൂരിഭാഗവും വെറും വാഗ്ദാനങ്ങൾ മാത്രമായിരുന്നു എന്നുള്ളതാണ് സത്യം. മോദി നിരത്തിയ വാഗ്ദാനങ്ങളുടെ പട്ടികയിൽ മുൻനിരയിൽ ഉണ്ടായിരുന്നതായിരുന്നു സാമൂഹ്യനീതി ഉറപ്പാക്കുമെന്നും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് കൂടുതൽ മുൻഗണന നൽകുമെന്നും ഉപസംവരണം നടപ്പാക്കുമെന്നും. എന്നാൽ സംവരണത്തിന്റെ അടിസ്ഥാന തത്വങ്ങളെ നിരാകരിക്കുന്ന നയമാണ് BJP ഇതുവരെയും സ്വീകരിച്ചിട്ടുള്ളത് എന്നാണ് സത്യം. സംവരണത്തിനായി വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നപ്പോഴും ഉപസംവരണം ആവശ്യപ്പെട്ട് നിരവധി സമുദായങ്ങൾ രംഗത്ത് വന്നപ്പോഴും മോദി സർക്കാർ അവർക്ക് നേരെ കണ്ണടയ്ക്കുക മാത്രമാണ് ചെയ്തത്. താൻ വേദനിക്കുന്ന ജനതയ്ക്ക് നീതി നേടിക്കൊടുക്കുമെന്ന് വീരവാദം പറയുന്നതല്ലാതെ പോരാടുന്ന ഒരു സമുദായത്തെയും സംവരണത്തിനായി മോദി സർക്കാർ പരിഗണിച്ചിട്ടില്ല എന്നതാണ് സത്യം. മാണ്ഡിക, ലാംബനി, ബോവി തുടങ്ങിയ സമുദായങ്ങൾക്കും ആദിവാസികൾക്കും സംവരണം വർദ്ധിപ്പിക്കുമെന്ന BJPയുടെ വാഗ്ദാനം ജനങ്ങളെ വീണ്ടും വീണ്ടും കബളിപ്പിക്കാനും അവരുടെ വോട്ടുകൾ നേടാനും ലക്ഷ്യമിട്ടുള്ള വെറുമൊരു തന്ത്രം മാത്രമാണ്. BJP അടിസ്ഥാനപരമായി ജാതീയതയിൽ അധിഷ്ഠിതമായ ഒരു പാർട്ടി ആയതിനാൽ തന്നെ സംവരണ നയങ്ങളെ അവർ എതിർക്കുക മാത്രമാണ് എപ്പോഴും ചെയ്തിട്ടുള്ളത്. സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ, സമത്വം, നീതി എന്നിവയൊന്നും BJPയുടെ പരിഗണനയിൽ പോലും ഉൾപ്പെടുന്നില്ല. BJP മുന്നോട്ട് വയ്ക്കുന്ന ഓരോ വാഗ്ദാനങ്ങളും വിശ്വസിക്കുന്നത് കശാപ്പുകാരനെ വിശ്വസിക്കുന്ന ആടുകൾക്ക് സമാനമാണ്. എന്നാൽ ഒരിക്കലും ആവശ്യപ്പെടാതെ പോലും ബ്രാഹ്മണ സമുദായത്തിന് BJP പ്രത്യേക സംവരണം നൽകുന്നുമുണ്ട്. ഇന്ത്യയിലെ ജനസംഖ്യയുടെ 4% മാത്രം വരുന്ന ഒരു പ്രിവിലേജ്ഡ് സമുദായത്തിനാണ് 10% സംവരണം നൽകിയിട്ടുള്ളത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന സ്ഥാനം അലങ്കരിക്കുമ്പോഴും രാജ്യത്തെ ഓരോ സമുദായത്തെയും വേർതിരിവോടെയാണ് മോദി നോക്കുന്നത്. ഇത്രയൊക്കെ ചെയ്തിട്ടും താൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ആർക്കും ആദിവാസികളുടെയും ദളിതുകളുടെയും പിന്നോക്ക വിഭാഗങ്ങളുടെയും സംവരണം തട്ടിയെടുക്കാൻ കഴിയില്ലെന്നാണ് വീണ്ടും മോദി വിളിച്ചു പോകുന്നത്. അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തുള്ളവർ മുസ്ലിങ്ങൾക്ക് മതത്തിന്റെ അടിസ്ഥാനത്തിൽ സംവരണം നൽകുന്നു എന്ന ആരോപണവും അഴിച്ചുവിടുന്നുണ്ട്. എന്തായാലും ഇത്തവണ മോദിയുടെ വാഗ്ദാനങ്ങളിൽ ജനം വീഴില്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം.